ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഇതേ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു വണ്ടി കെയർലെസ് ആയിട്ട് വന്ന് റൈറ്റ് ഹാൻഡ് എടുക്കുന്നുണ്ടോ? കണ്ട, ഈ ഒരു ഭാഗത്തുനിന്ന് വണ്ടി അവരെടുക്കുന്നു. അപ്പം നിങ്ങൾ നോക്കുക, ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള ട്രാക്കിലാണ് വാഹനമായിട്ട് വന്നത്. പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് ട്രാക്കിൽ നിന്ന് വന്ന ഒരു വണ്ടി ഇടയിൽ കൂടെ കയറിപ്പോയത് കണ്ടില്ലേ? അപ്പം ഇത്രയും കെയർലെസ് ആയിട്ട് വണ്ടി ഉറപ്പായിട്ടും മഴക്കാലത്ത് ആൾക്കാർ ഡ്രൈവ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുടെ ഒരു വലിയൊരു പ്രോബ്ലമാണ് ഒരു വാഹനം മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ആവശ്യമില്ലാത്ത പേടി. അപ്പോൾ നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ആത്മവിശ്വാസം കൂട്ടാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഒരു മഴക്കാലത്ത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കക്കാരെന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് വാഹനം ഓടിച്ചു നോക്കാം. ഇപ്പോൾ വെളിയിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. കുറച്ച് മുന്നേ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിലേ പെയ്യുന്നുള്ളൂ. എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മഴക്കാലത്ത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസമൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു വീഡിയോ സഹായകരമാകുന്നതാണ്. കാരണം വാഹനം ഓടിക്കുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് എപ്പോഴും മഴക്കാല ഡ്രൈവിംഗ് കുറച്ച് പേടിയുള്ള ഒരു കാര്യമാണ്. കാരണം എപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്യും, ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടത്തില്ല. അത് തന്നെയല്ല, മഴക്കാലത്ത് ഡ്രൈവ് ചെയ്തു പോകുന്ന സാഹചര്യങ്ങളിൽ ചെറിയ കുഴികളൊക്കെ റോഡിൻ്റെ നടുവിലുണ്ടാകാം. അതോടൊപ്പം തന്നെ ചള്ളയൊക്കെ സൈഡിൽ ചെളിവെള്ളങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് പ്രത്യേക ഒരു ബാലൻസോടെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകും. പ്രധാനമായിട്ട് ഒരു വാഹനം മഴക്കാലത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നടുവിലും അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെളിവെള്ളങ്ങളൊക്കെ കെട്ടിക്കിടപ്പുണ്ടായിരിക്കും. അപ്പം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ വന്ന് ചെളിവെള്ളത്തിലേക്കൊക്കെ ചാടിക്കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം റോഡിൻ്റെ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെളിവെള്ളം തെറിയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക, നമുക്കൊരു ക്ലിയർ വ്യൂ നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ മഞ്ഞുണ്ടാകും. സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഓപ്പോസിറ്റ് ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ വണ്ടി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കണം. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഓടിക്കുന്ന സമയത്ത് എല്ലാവരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മളൊരു കംഫർട്ട് ലെവലിലല്ല വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. എപ്പോഴും മഴ പെയ്യുന്നുണ്ട്, ഫ്രണ്ടിൽ മിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യം വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇതിനു വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടുവാനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ AC ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ AC ഇട്ടിട്ടുണ്ട്, ഇത് AC ഇടുന്നു. നമ്മൾ AC ഇടുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലുള്ള മിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അപ്പോൾ AC ഇട്ട് കൊടുക്കുക. AC ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ACയുടെ അതായത് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ മേളിലേക്ക് നമുക്ക് ACയുടെ ആ ഒരു കൂളിംഗ് കിട്ടുന്ന ഒരു മോഡുണ്ട്. ആ ഒരു മോഡിലേക്ക് നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഇട്ട് കൊടുക്കുക. സ്വിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സമയത്ത് മിസ്റ്റൊക്കെ ഇത്തരത്തിൽ മാറി കിട്ടും. നിങ്ങൾ നോക്കുക, ഇപ്പം നമുക്ക് ഗ്ലാസ് ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ടൗണിലേക്കൊക്കെ വാഹനവുമായിട്ട് വരുന്ന സാഹചര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്നൊക്കെ വാഹനം വരുന്നുണ്ട്. നല്ല സ്പീഡിലാണ് വാഹനം വരുന്നത്. ഇപ്പം ഞാനൊരു മെയിൻ റോഡിലേക്ക് ഞാൻ കയറുകയാണ്. അതായത് ഒരു ജംഗ്ഷനിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഞാൻ കയറി. അത്യാവശ്യം തിരക്കുള്ള ഒരു ചെറിയൊരു റോഡിലൂടെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ മഴക്കാലത്ത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്നവരും കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ടൈമാണ് മഴക്കാലം. നിങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പരമാവധി വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്, മറ്റ് വാഹനങ്ങളൊന്നുമില്ല. ഇത് ഞാൻ തേർഡ് ഗിയർ കൊടുക്കുന്നു. കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താണ് വാഹനം ഓടിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, വേഗത കൺട്രോൾ ചെയ്യണം. കാരണം ഇതിങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം, ഇത് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരുന്നത് കണ്ടില്ല. അപ്പോൾ അവരെല്ലാവരും വളരെ വേഗത്തിൽ കയറി പോകാനായിട്ടുള്ള ഒരു തിടുക്കത്തിലാണ് വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ സ്പീഡ് കൂട്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്നൊന്ന് നമുക്ക് വാഹനം ഒന്ന് സ്ലോ ചെയ്യണം, അല്ലെങ്കിൽ ചവിട്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും മഴക്കാലമായതുകൊണ്ട് റോഡിൽ ഓൾറെഡി ഇത്തരത്തിൽ വെള്ളം നനഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് കിട്ടണമെന്നില്ല. നമുക്ക് ഉദ്ദേശിക്കുന്നിടത്ത് വാഹനം ചവിട്ടി നിർത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, പരമാവധി വേഗത കുറച്ച് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വണ്ടിയൊക്കെ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്തു പോകുന്ന സാഹചര്യങ്ങളിൽ ചീറിപ്പാഞ്ഞായിരിക്കും വാഹനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കണം.
അതുകൊണ്ട് പരമാവധി വേഗത കുറച്ച് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരാൾ നടന്നു വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു വാഹനത്തിന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലും സ്പീഡ് കുറവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിപ്പോൾ വാഹനം എടുത്തു, നിങ്ങൾ നോക്കുക. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ഇത് ഇവിടെ ചെറിയൊരു തിരക്കുള്ള റോഡാണ്. വണ്ടിക്ക് ഞാൻ ജസ്റ്റ് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കി, ഇത് കണ്ടില്ലേ, ഒരു വണ്ടി പെട്ടെന്ന് നമ്മുടെ റോഡിലേക്ക് എടുത്ത കണ്ടില്ലേ, അതായത് ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്ത വണ്ടിയാണ്. അവർ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. ഓക്കെ, ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, സൈഡിൽ പോകുന്ന യാത്രക്കാരെയൊക്കെ ശ്രദ്ധിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. പരമാവധി വേഗത കുറച്ച് ഓടിക്കുന്നു. പെട്ടെന്ന് അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് വാഹനം മാറ്റണം. ഓക്കെ, ഇപ്പോൾ ചെറുതായിട്ട് ഗ്ലാസ് ഒന്ന് നനഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് വൈപ്പർ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വൈപ്പർ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഗ്ലാസ് ക്ലീനായി. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു ടൗണിലാണ് നിങ്ങൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഒരു ബിഗിനർ സെക്കൻഡ് ഗിയറിൽ ഓടിക്കുക. ഞാനിപ്പോൾ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതേ തേർഡ് ഗിയർ കൊടുത്ത് ഇതേ വണ്ടിക്ക് മൂവ് ആക്കി ഫോർത്ത് ഗിയർ കൊടുത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ പരമാവധി വേഗത കുറച്ചിട്ട് ഒരു സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഒക്കെ ആയിട്ട് ടൗണിൽ ഓടിക്കുക. കാരണം ഇതേ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു വണ്ടി കെയർലെസ് ആയിട്ട് വന്ന് റൈറ്റ് ഹാൻഡ് എടുക്കുന്നുണ്ടോ? കണ്ട, ഈ ഒരു ഭാഗത്തുനിന്ന് വണ്ടി അവരെടുക്കുന്നു. അപ്പം നിങ്ങൾ നോക്കുക, ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള ട്രാക്കിലാണ് വാഹനമായിട്ട് വന്നത്. പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് ട്രാക്കിൽ നിന്ന് വന്ന ഒരു വണ്ടി ഇടയിൽ കൂടെ കയറിപ്പോയത് കണ്ടില്ലേ? അപ്പം ഇത്രയും കെയർലെസ് ആയിട്ട് വണ്ടി ഉറപ്പായിട്ടും മഴക്കാലത്ത് ആൾക്കാർ ഡ്രൈവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കാം. ഞാനിത് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ലെഫ്റ്റ് ടേൺ എടുക്കുന്നു. ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ ഓടിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പം ഇവിടെ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വൈപ്പർ ഇട്ട് കൊടുക്കുന്നു, വൈപ്പർ ഓഫ് ചെയ്തു. അതായത് ഇങ്ങനെ വൈപ്പർ സ്വിച്ച് ഒന്ന് ഇടുക, അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ആ വൈപ്പർ ഇട്ടതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫ് ആയിക്കോളും. ഓക്കെ, ആ ഒരു ട്രിക്ക് നിങ്ങൾ ഓർക്കുക. അതായത് വൈപ്പർ നമ്മൾ ഇപ്പം ഗ്ലാസ് ഒന്ന് നനഞ്ഞു എന്ന് കരുതുക, ഒന്ന് വൈപ്പർ ഇട്ടിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് വന്നിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് താഴെ വന്ന് നിന്നോളൂ. അതായത് നമ്മൾ ഇട്ടതിന് ശേഷം താഴെ വന്നിട്ട് ഓഫ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ വളരെ വേഗത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇനി പരമാവധി നിങ്ങൾ ഇത്തരത്തിൽ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ ഓടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മഴക്കാലത്ത് നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കയറി പൊക്കോളും. നമുക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഒരുപാട് പേടിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ മഴക്കാലത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൻ്റെ സെൻറ്ററിലൂടെയൊക്കെയാണ് വാഹനം ഓടിച്ചു പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് മാറിയാണ് പോകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പുറകിൽ നിന്ന് വരുന്ന ആൾക്കാർ വളരെ വേഗത്തിൽ പോകാനായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ തുടക്കക്കാരനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് വരും. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരമാവധി ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനമായിട്ട് പോകുന്നത്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടെ വണ്ടി ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. മഴക്കാലമാണെങ്കിൽ പോലും വാഹനം ഒന്നും ഒരു സൈഡിലേക്കും തെന്നി നിൽക്കാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു വാഹനത്തെ നിർത്താനായിട്ട് കഴിയും. അതാണ് ഇത്രയും വേഗത കുറച്ച് നമ്മൾ ഈ ഒരു ടൈമിൽ വാഹനം ഡ്രൈവ് ചെയ്താലുള്ള ഏറ്റവും നല്ലൊരു ഗുണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ സൈഡിലൂടെ യാത്രക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടാകും. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ മുന്നിലായിട്ട് വെള്ളം കിടക്കുകയാണ്. നമ്മളിങ്ങനെ വാഹനമായിട്ട് പോകുന്നു. ഇപ്പോൾ ഇതുവഴി ഒരു ആൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് വണ്ടി സ്ലോ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പോകാനായിട്ട് ശ്രമിക്കുക. ഒറ്റയടിക്ക് നമ്മൾ പോകരുത്. പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സൈഡിലുള്ള ചള്ള കൃത്യമായിട്ട് സൈഡിലുള്ള യാത്രക്കാരെ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത് മിക്കപ്പോഴും വാഹനം ആവറേജ് സ്പീഡിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് പെട്ടെന്നൊരു ചള്ള കണ്ടു കഴിഞ്ഞാലും വണ്ടി സ്ലോ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മൾ ബ്രേക്ക് വന്ന് സ്ലോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വണ്ടി നിൽക്കത്തില്ല. കാരണം എന്താണ്? റോഡിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ തന്നെ നമ്മൾ സ്പീഡിലാണ് വരുന്നതെങ്കിൽ സൈഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൃത്യമായിട്ട് അവരെ തെറിക്കും. നമ്മൾ വണ്ടി ഒന്ന് നിർത്താൻ ശ്രമിച്ചാലും വണ്ടി നിൽക്കത്തില്ല. കൃത്യമായിട്ട് സൈഡിലുള്ള യാത്രക്കാരെ തെറിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പരമാവധി വേഗത കുറച്ച് വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. AC ഇട്ട് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഭയമൊക്കെ മാറി വളരെ ഈസി ആയിട്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക്
ഗുണമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മറ്റ് വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.